ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിൻഷ എബിൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ സിഡ്നിയിലെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആണ്. നമ്മൾ ആക്ച്വലി സിറ്റിയിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ ഓഫീസിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് താമസം. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ ഓഫീസിലേക്ക്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ്സും സൂപ്പർ മാർക്കറ്റ്സും ഒക്കെ ഉണ്ട്. ഇനി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ആയാലും ഒക്കെ അടുത്തുണ്ട്. നമുക്ക് ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റോപ്പ് തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴെ തന്നെ. അപ്പോൾ ഇവിടെയൊക്കെ ഈവനിങ് ഭയങ്കര തിരക്കായിരിക്കും, വീക്ക് ഡേയ്സിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പാർക്ക് റെജീസ് എന്നാണ്. 1968 ടോളസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു പാർക്ക് റെജീസ്. ഇപ്പോൾ അതിനേക്കാളും വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് ഭാഗം ഹോട്ടലാണ്, അതായത് 15th ഫ്ലോർ വരെ ഹോട്ടലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ താമസിക്കുന്നത് 24th ഫ്ലോറിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഓരോ ആക്സസ് കാർഡ് ഉണ്ടായിരിക്കും. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എൻട്രൻസിലും ലിഫ്റ്റിലൊക്കെ ഇത് വേണം. ഇതിലാണ് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് എത്തുക. ഇവിടെ ചില അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ ഒരു ഫ്രെയിമാണ്. ഇത് ഞാൻ ഐസിയുടെ ബർത്ത്ഡേക്ക് ചെയ്തായിരുന്നു. ഞങ്ങളുടെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്തതാണ്. ആദ്യം തന്നെ ഞാൻ കിച്ചണിനെ കുറിച്ച് പറയാം. ഇതൊരു ഓപ്പൺ കിച്ചണാണ്. ഒരു സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്, അതും ആ ചുമരിൻ്റെ അകത്തായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ ലാഭിക്കാം. ഇനി ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ സ്റ്റോർ റൂം ഉണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ഷൂ റാക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ സ്ട്രോളർ എപ്പോഴും വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പം ഇവിടെ വെക്കുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ അകത്തോട്ട് അത് കയറ്റാറില്ല, കാരണം നമ്മളിങ്ങനെ പുറത്ത് പോകുന്നതല്ലേ. അതുകൊണ്ട് ഞാനിത് ഇവിടെ തന്നെയാണ് വെക്കാറുള്ളത്. ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് സ്റ്റൗ ആണ്. അതിന് മുകളിലായിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി കൂടെ ഉണ്ട്. പിന്നെ ഈ കിച്ചൺ ഒരു വൈറ്റ് കളർ തീമിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കിച്ചൺ ആണെങ്കിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് അവൻ ഉണ്ട്. ഞങ്ങളിത് അങ്ങനെ ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഗ്രില്ല് ചെയ്യാറുണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഡിഷ് വാഷർ ഉണ്ട്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് പാത്രങ്ങളൊക്കെ വെക്കാറാണുള്ളത്.
ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. ഇതൊരു 1 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. ചെറിയ അപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ഫാമിലിക്ക് ഇത് ധാരാളമാണ്. പിന്നെ സിറ്റിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വീട് പോലൊക്കെ തന്നെ കിട്ടും. അവിടെ റെൻറ്റും കുറവായിരിക്കും. അപ്പോൾ അവിടെയാണ് ഒരുപാട് ഇന്ത്യൻ ഫാമിലീസൊക്കെ നിൽക്കുന്നത്. ഇവിടെയും കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഐസിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഫോണിലാണോ ക്യാമറയിലാണോ ഷൂട്ട് ചെയ്യാറുള്ളതെന്ന്. ഞാൻ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. ഐസിയിലുകൊണ്ട് എനിക്ക് എപ്പോഴും കംഫർട്ട് ഫോൺ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ല, എന്തൊരു അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. നിങ്ങൾക്കൊരു ഷിപ്പ് പോകുന്നത് കാണുന്നുണ്ടോ? ഞാനൊരു ആരോ ഇട്ട് കാണിക്കാം. ഇതിനേക്കാളും കിടു വ്യൂ ആണ് റൂഫ് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ. നമുക്ക് സിറ്റി മൊത്തത്തിൽ കാണാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത്. ഇനി ഞാൻ ഞങ്ങളുടെ ബെഡ്റൂം കാണിക്കാം. ഒരു കുഞ്ഞു റൂമാണ്. നമ്മുടെ കിച്ചൻ്റെ സൈഡിലാണ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്ന് നല്ല കിടിലം വ്യൂ ആണ് വിൻഡോയിലൂടെ നോക്കുമ്പോൾ. എനിക്ക് ഹസ്ബൻഡിൻ്റെ ഓഫീസൊക്കെ കാണാൻ പറ്റും. വാഷ്റൂമിനെ പറ്റി പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു നോർമൽ വാഷ്റൂം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് റൂഫ് ടോപ്പിലോട്ട് പോവാം. ഐസിയുടെ ബർത്ത്ഡേ പാർട്ടി അവിടെ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ടേബിൾ ടെന്നീസ് കോർട്ടും പൂളും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും ആ കാർഡ് ഉപയോഗിക്കണം അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ. ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെറിയ പാർട്ടീസൊക്കെ നടത്താം. അതിനുള്ള പെർമിഷനൊക്കെ അവർ തരും. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് സിറ്റി മൊത്തത്തിൽ കാണാം. നമ്മൾ സിഡ്നി ടവറായി നിന്ന് നോക്കുന്ന അതേ വ്യൂ തന്നെയാണ്. നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ് സിഡ്നി ടവറായി കാണുന്നത്.
ഈ കാണുന്നത് ഹൈഡ് പാർക്കാണ്. അതിൻ്റെ അപ്പുറത്താണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ കാണുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പോയിട്ട് കാണുക. നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ഇത്രയും ഹൈറ്റിൽ വരുന്ന ഈ ഒരു സ്വിമ്മിംഗ് പൂള്. ഇവിടെ എപ്പോഴും നല്ല കാറ്റും നല്ല തണുപ്പായിരിക്കും. കാരണം 45th ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എപ്പോഴൊന്നും വരാറില്ല. ആ നേരെ കാണുന്നത് സിഡ്നി ടവറാണ്. അതാ ഞാൻ പറഞ്ഞത്, അതിൽ നിന്ന് കാണുന്ന സെയിം വ്യൂ ആണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നോക്കിയാൽ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കാണുന്ന വ്യൂ. ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിൻ്റെ ഓഫീസൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ആ വ്യൂ ആണിത്. നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒപ്പറ ഹൗസും ഹാർബർ ബ്രിഡ്ജും ഒക്കെ ഉള്ളത്. നമുക്കിപ്പോൾ ഈ സൈഡിലൊക്കെ ബിൽഡിങ്സ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല നമ്മുടെ റൂഫ് ടോപ്പിൽ നിന്ന്. പക്ഷേ ഇവിടുന്ന് 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഒപ്പറ ഹൗസിലേക്ക്. നേരത്തെ റൂമിൽ നിന്ന് കണ്ട ഷിപ്പ് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് ദൂരെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോം ടൂർ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.